ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 5 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 5 ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഷുവറായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ഗ്രാവിറ്റേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണതും അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതിന് കാരണം എന്താണ് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണതിന്റെ? ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് അല്ലെ. ഏതൊരു വസ്തുവിനെയും നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് വരും അല്ലെ. ഭൂമിയിലാണെങ്കിൽ അത് താഴേക്ക് വരും. അപ്പൊ അതിന് കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ഗ്രാവിറ്റിയാണ് അല്ലെ. ചെറുപ്പ ക്ലാസ്സുകളിൽ നിങ്ങൾ ഓൾറെഡി കേട്ട് വന്നിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്താണ് ആക്ച്വലി ഈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഈ ഗ്രാവിറ്റി വർക്കാവുന്നത്? എല്ലാ സബ്സ്റ്റൻസുകളിലും ഗ്രാവിറ്റി വർക്കാവുമോ? എർത്തിൽ മാത്രമാണോ ഗ്രാവിറ്റി ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ഗ്രാവിറ്റേഷന്റെ വേൾഡിലേക്ക്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ ഒരു ഭൂമിയുടെ ചിത്രവും അവിടെ ഒരു 4 കിണറും കൊടുത്തിട്ടുണ്ട്, 4 വെല്ലിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെല്ലിലേക്ക് എന്ത് ചെയ്യാണ്? സ്റ്റോൺ ഇങ്ങനെ താഴേക്ക് കൊടുക്കുകയാണ്. സ്റ്റോൺ ഇടുക എന്ന് പറഞ്ഞാൽ കല്ല് താഴേക്ക് ഇടാണ്. മക്കളെ, ഇവിടെ ഞാൻ ഫസ്റ്റ് പെൺകുട്ടീനെ എടുത്തു. അതെടുക്കുന്ന സമയത്ത് ഈ കല്ല് എന്താണ് സംഭവിക്കുക? താഴേക്കല്ലേ പോവുക. നമ്മൾ കല്ല് വെറുതെ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കല്ല് താഴേക്ക് പോകും. ഓക്കെ. ഇനി അടുത്ത സൈഡിലത്തെ ആ ഒരു കുട്ടീനെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഈ കുട്ടി ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? ശ്രദ്ധിക്കൂ. അപ്പൊ ആ കുട്ടി താഴേക്ക് കല്ലിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കല്ലിങ്ങനെ ഈ പറഞ്ഞ സെന്ററിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകും. ഇനി അതുപോലെ ഈ കുട്ടിയാണെങ്കിലോ, അവൻ തലകീഴായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ ഇവിടേക്ക് കല്ലിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പലരും പറയും ഇവിടേക്കാണ് കല്ല് പോവാന്ന്. ഞാൻ ഈ മാർക്ക് ചെയ്തത് നിങ്ങൾ നോക്കണേ. അവിടേക്കാണോടാ പോവുക? അല്ല. എവിടേക്കാണ് പോവുക? ഈ പറഞ്ഞ കിണറിന്റെ അടിഭാഗത്തേക്കാണ് പോവുക അല്ലേ? ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്കാണ് കല്ല് പോവുക. അപ്പോൾ എല്ലാ വസ്തുക്കളെയും, ഈ കുട്ടിയാണെങ്കിലോ ഇവിടെ എന്താ സംഭവിക്കുക? ഈ സൈഡിലേക്കാണ് പോവുക. മക്കളെ, അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ കല്ല് ഇവിടേക്ക് പോവും, അടുത്ത കല്ല് ഇവിടേക്ക് പോവും, അടുത്ത കല്ല് ഇവിടേക്ക് പോവും, അടുത്ത കല്ല് ഇവിടേക്ക് പോവും. എന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞ്, ഈ ഭൂമിയുടെ ഏത് ഭാഗത്തേക്കാണ് എല്ലാ കല്ലുകളും പോയിരിക്കുന്നത്? യെസ്, ഭൂമിയുടെ സെന്ററിലേക്കാണ് അല്ലെ. സെന്റർ ഓഫ് ദ എർത്തിലേക്കാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വസ്തുക്കളെയും അതിന്റെ എന്തിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്? അതിന്റെ സെന്ററിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അല്ലെ. ഭൂമി പ്രത്യേകമായിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കാരണം എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സെന്ററിലേക്ക് അത് വലിച്ചെടുക്കുന്നുണ്ട്. ആരുടെ സെന്ററിലേക്ക്? എർത്തിന്റെ സെന്ററിലേക്ക്. പറഞ്ഞ മനസ്സിലായോ? യെസ്, അതാണ് ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വേറൊരു ആക്ടിവിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, കാണാൻ വഴിയുണ്ട്. സ്പ്രിംഗ് ബാലൻസ് എന്നാണ് പറയുക. നമ്മൾ തൂക്കം നോക്കാനായിട്ട്, വെയിറ്റ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. അറിയാത്തവർ എഴുതി വെച്ചോളൂ, സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ ഫാസൻ എ സ്പ്രിംഗ് ബാലൻസ് ടു ഗ്രിൽ ഓഫ് എ വിൻഡോ, പുൾ ഇറ്റ്സ് ഹുക്ക് വിത്ത് യുവർ ഹാൻഡ്. അതായത് ഒരു എന്താ പറയുക, വിൻഡോയിൽ ഈ പറഞ്ഞ സ്പ്രിംഗ് ബാലൻസ് കെട്ടി വെച്ചിട്ട് അതിനൊന്ന് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ സ്പ്രിംഗ് ബാലൻസിനകത്തുള്ള സ്പ്രിംഗ് എന്ത് ചെയ്യോടാ മക്കളെ? സ്പ്രിംഗ് ഒന്ന് വലിയും അല്ലെ. കാരണം എന്താ? നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് കൊടുത്തപ്പോൾ സ്പ്രിംഗ് എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ടും വലിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. യെസ്, വലിയ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇനി വൈ ഡിഡ് ദ സ്പ്രിംഗ് സ്ട്രെച്ച്? എന്തുകൊണ്ടാണ് ഇവിടെ സ്പ്രിംഗ് സ്ട്രെച്ച് ആയത്? നമ്മൾ കൊടുത്ത ഫോഴ്സ് കൊണ്ടാണ്. ശരിയല്ലേ? നമ്മൾ ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് സ്പ്രിംഗ് എന്ത് ചെയ്തത്? സ്ട്രെച്ച് ആയത്, വലിഞ്ഞത്. ഓക്കെ. യെസ്, ദ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ഡ്യൂ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ഹാൻഡ്. നമ്മൾ കൈകൊണ്ട് ബലം കൊടുത്തപ്പോഴാണ് സ്പ്രിംഗ് എന്ത് ചെയ്തത്? സ്ട്രെച്ച് ചെയ്തത്. പറഞ്ഞ മനസ്സിലായോ? യെസ്. വാട്ട് ഈസ് ദ റീഡിംഗ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ്? അപ്പോൾ ഉള്ള റീഡിംഗ് നിങ്ങൾ എടുത്താൽ മതി. അത് നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റീഡിംഗ് കിട്ടും. Isn't this force that we applied? What is the unit of the force? വേഗം പറഞ്ഞേ. നിങ്ങൾ ലോസ് ഓഫ് മോഷൻ പഠിച്ച ആളുകളാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? യെസ്, ന്യൂട്ടൺ ആണ് അല്ലെ. അറിയാത്തവർ എഴുതി വെച്ചോളൂ. എന്താണ്? ന്യൂട്ടൺ. ഓക്കെ, ന്യൂട്ടൺ ആണ്. വീണ്ടും വന്നു ന്യൂട്ടൺ അല്ലെ. ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്. ഇനി ഇതേ സമയം നമ്മൾ വലിച്ചതിന് പകരം ഞാനിവിടെ 100 ഗ്രാം മാസമുള്ള ഒരു വസ്തു വെച്ചു കൊടുക്കുകയാണ്.
ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 100 ഗ്രാം മാസമുള്ള ഒരു വസ്തു വെച്ചു. അപ്പൊ മക്കളെ നിങ്ങൾ പറയൂ, സ്പ്രിങ്ങിന് എന്ത് മാറ്റമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ വെറുതെ നിന്നിരുന്ന സ്പ്രിങ് എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? താഴോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ സ്പ്രിങ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു. സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാല് വലിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, യെസ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ടാണ് ഈ സ്പ്രിങ് സ്ട്രെച്ച് ആവാൻ കാരണം? നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ 100 ഗ്രാമിന്റെ മാസ് കൊടുത്തു. ഈ 100 ഗ്രാമിന്റെ മാസ് കൊടുത്തപ്പോൾ സ്പ്രിങ് എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു. പറഞ്ഞ മനസ്സിലായോ? എടാ മക്കളെ, ഈ 100 ഗ്രാമിന്റെ മാസ് സ്വാഭാവികമായിട്ടും എവിടേക്കായിരിക്കും? മുകളിലേക്കായിരിക്കോ താഴേക്കായിരിക്കോ? യെസ്, എവിടേക്കായിരിക്കും? താഴേക്കായിരിക്കും. കാരണം ഈ ഒരു വെയിറ്റ് എപ്പോഴും വരുന്നത് എവിടേക്കാണ്? താഴേക്കാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് വൈ ഡിഡ് ദ സ്പ്രിങ് സ്ട്രെച്ച്? എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടെ ഒരു 100 ഗ്രാമിന്റെ മാസ് വെച്ചു, അതുകൊണ്ടാണ് സ്പ്രിങ് സ്ട്രെച്ച് ആയത്. ഇനി വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് പുൾഡ് ഡൗൺ ദ 100 ഗ്രാം മാസ്? ഈ 100 ഗ്രാം മാസിനെ താഴോട്ട് വലിച്ചത് ഏത് ഫോഴ്സ് ആണ്? ആരെ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ്? നമ്മളാണോ അതിനെ താഴേക്ക് പിടിച്ചു വലിച്ചത്? അല്ലല്ലോ. ആരാ താഴേക്ക് പിടിച്ചു വലിച്ചത്? യെസ്, എർത്താണ് താഴേക്ക് പിടിച്ചു വലിച്ചത്. ശരിയല്ലേ? ആരാണ്? എർത്ത് അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് ആക്ച്വലി എന്ത്? ഈ പറഞ്ഞ 100 ഗ്രാം മാസമുള്ള സാധനത്തിനെ താഴേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇവിടെ ഫോഴ്സ് ആരാ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല. ആരാ കൊടുത്തേ? എർത്ത് എക്സേർട്ട് ചെയ്ത ഫോഴ്സ് ആണ്. ഭൂമി അവിടെ ഒരു ബലം കൊടുത്തു. ആ ബലം കൊണ്ടാണ് എന്ത് ചെയ്തത്? 100 ഗ്രാം മാസ് ഇങ്ങനെ താഴോട്ട് വന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റീഡിങ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ്? 1 ന്യൂട്ടൺ ആണ് എന്ത് ഇവിടുത്തെ റീഡിങ് നമുക്ക് കിട്ടുക 100 ഗ്രാം മാസ് ആയതുകൊണ്ട്. ഓക്കെ, യെസ്. ഇതുപോലെ മക്കളെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. 100 ഗ്രാമിന് പകരം 200 ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ സ്പ്രിങ്ങിന് എന്താണ് സംഭവിക്കുക? യെസ്, ഇവിടെ 100 ഗ്രാം വെച്ചപ്പോൾ സ്പ്രിങ് ഇത്രയേ സ്ട്രെച്ച് ചെയ്തുള്ളൂ. പക്ഷേ 200 ഗ്രാം ഇട്ട സമയത്ത് സ്പ്രിങ് വളരെയധികം സ്ട്രെച്ച് ചെയ്ത് താഴേക്ക് പോയി. ഓക്കെ, അപ്പൊ ഇത് 100 ഗ്രാം, മറ്റേത് 200 ഗ്രാം. അപ്പൊ മാസ് കൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് സ്പ്രിങ്ങിന്റെ സ്ട്രെച്ചിങ് എന്താണ് സംഭവിച്ചത്? സ്പ്രിങ് സ്ട്രെച്ചിങ് കൂടി. പറഞ്ഞ മനസ്സിലായോ? അതായത് എർത്ത് കൊടുക്കുന്ന ഫോഴ്സിന്റെ അളവ് കൂടി. അതാണ് അവിടെ സംഭവിച്ചത്. പറഞ്ഞ മനസ്സിലായോ? ഭൂമി 100 ഗ്രാമേ വലിച്ചെടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ സ്പ്രിങ് വലിഞ്ഞുള്ളൂ. പക്ഷെ 200 ഗ്രാം ഭൂമി വലിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? സ്പ്രിങ് വളരെയധികം സ്ട്രെച്ചായി. ഇതാണ് ഇവിടെ സംഭവിച്ച കാര്യം. അപ്പോൾ വൈ ഡസ് ദ സ്പ്രിംഗ് ബാലൻസ് എക്സ്പീരിയൻസ് മോർ സ്ട്രെച്ചിങ് ഫോഴ്സ്? എന്തുകൊണ്ടാണ്? ഇവിടെ 200 ഗ്രാം മാസാണ് നമ്മൾ വെച്ചത് അല്ലെ, അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സ്ട്രെച്ചിങ് അനുഭവപ്പെട്ടത്. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആസ് ദ മാസ് ഇൻക്രീസസ്? എടാ മക്കളെ, നിങ്ങൾ തന്നെ ഇതിന്റെ ആൻസർ പറഞ്ഞേ. മാസ് കൂടിയപ്പോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ സംഭവിച്ചത്? അതായത് ഭൂമി നൽകിയ ഫോഴ്സ് എന്താ ചെയ്തത്? കൂടെയല്ലടാ ചെയ്തത്. എടാ മക്കളെ, 200 ഗ്രാം വെച്ചപ്പോ നമ്മൾ എന്ത് സംഭവിച്ചു? ഭൂമി കുറച്ചും കൂടി ശക്തിയിൽ താഴേക്ക് വലിച്ചു. ശരിയല്ലേ? അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ സംഭവിച്ചത്? കൂടി, ഇൻക്രീസ് ചെയ്തു. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 300 ഗ്രാം വെക്കുമ്പോഴാണോ സ്പ്രിങ് കൂടുതൽ താഴേക്ക് പോവുക? 200 ഗ്രാം വെക്കുമ്പോഴാണോ? യെസ്, പെട്ടെന്ന് പറഞ്ഞേ. നിങ്ങൾ കമന്റ് ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് പറഞ്ഞാൽ മതി. യെസ്, ഏതാണ്? 300 ഗ്രാം വെക്കുമ്പോഴാണ്. കാരണം എന്താ? 300 ഗ്രാമിന് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഭൂമി കൊടുക്കുന്ന ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഭൂമി അതിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? യെസ്, അപ്പൊ നമുക്കിവിടെ മനസ്സിലായി. റൈറ്റ് ഡൗൺ എ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഭൂമിയുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഏതാണ്? മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് അല്ലെ. ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ വെച്ചത് ആ ഒബ്ജക്റ്റിന്റെ മാസിനെ ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നത്? ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണ്ടു. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ എവിടേക്ക് വലിക്കുന്നുണ്ട്? അതിന്റെ സെന്ററിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? യെസ്. ഇനി മക്കളെ ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ എന്താണ് പറയുന്നത്? ആക്ച്വലി ഇവിടെ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് 100 കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒബ്ജക്റ്റ് തന്നെ 100 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു. ഇനി ഭൂമിയുടെ സർഫസിൽ ഈ വസ്തുവിനെ വെച്ചു. അതുപോലെ 1,00,000 മുകളിൽ എന്ത് വെച്ചു?
അതായത് സർഫസിൽ നിന്ന് 1,00,000 മുകളിലായിട്ട്, അതായത് അത്രയും ഹൈറ്റിൽ ഈ വസ്തുവിന് വെച്ചു. അതുപോലെ എന്ത് ചെയ്തു, 10,00,000 ഹൈറ്റിൽ വെച്ചു. ദാറ്റ് മീൻസ് ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കൂ, ഭൂമിയുടെ സർഫസിൽ ഒരു വസ്തു വെച്ചു, എ എന്നൊരു വസ്തു വെച്ചു. ഇനി ബി എന്നൊരു വസ്തു എന്ത് ചെയ്തു, 1,00,000 അകലെ വെച്ചു, അതായത് 1,00,000 ഹൈറ്റിൽ വെച്ചു. ഇനി സി എന്നൊരു വസ്തു ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 10,00,000 അകലെ വെച്ചു, 10,00,000 അകലെ വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുഭവപ്പെടുക? ഭൂമിയുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ആർക്കാണ്? നിങ്ങളിവിടെ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, 980 980 കിട്ടുന്നത് എവിടെയാണ്? ഈ സർഫസിൽ വെച്ച സാധനത്തിനാണ്. പിന്നെ 1,00,000 അകലെ പോയപ്പോൾ ബി എന്ന സാധനത്തിന് എന്ത് കിട്ടി, 950 കിട്ടി ഫോഴ്സ്. ഇനി 730 ഫോഴ്സ് മാത്രമേ ആർക്ക് കിട്ടിയുള്ളൂ, ഈ പറഞ്ഞ 10,00,000 ദൂരം വെച്ചപ്പോൾ. അതായത് ഇതിൽ നിന്ന് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണ്ടു, ഭൂമിയുടെ അടുത്തുള്ള സാധനത്തിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഭൂമിയിൽ നിന്ന് ദൂരം 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 കൂടി പോകും തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളായാലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളാണെന്ന് വിചാരിക്കുക, ഇത് നിങ്ങളാണ്, ഭൂമി നിങ്ങളാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ടിന് എന്തായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും, ശരിയല്ലേ? ഇനി നിങ്ങളുടെ വീടിനേക്കാൾ കുറച്ച് ദൂരം മാറിയിട്ടാണ് അടുത്ത ഫ്രണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറച്ച് ബന്ധങ്ങൾ നിങ്ങൾക്ക് കുറയും അല്ലെ, അട്രാക്ഷൻ ഇത്തിരി കുറയും. ഇനി കുറേ ദൂരത്ത് വന്നു കഴിഞ്ഞാലോ, നിങ്ങൾ പിന്നെ വർഷത്തിൽ ഒരു തവണയൊക്കെ കാണുള്ളൂ അല്ലെ, അപ്പൊ അവര് തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും. ഇത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഭൂമിയുടെ അടുത്തുള്ളതിന് അട്രാക്ഷൻ കൂടുതലായിരിക്കും, കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അട്രാക്ഷൻ കുറയും, പിന്നെയും കുറയും. ഓക്കെ, സി എത്തുമ്പോഴത്തേക്കും പിന്നെയും കുറയും. അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വേർ ഡിഡ് ദ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 കിലോഗ്രാം എക്സ്പീരിയൻസ് എ ഗ്രേറ്റർ ഫോഴ്സ്? എടാ മക്കളെ, ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എവിടെ ഉണ്ടായത്? ഏറ്റവും കൂടുതൽ ഫോഴ്സ് എവിടെ കിട്ടിയത്? സർഫസിൽ വെച്ചപ്പോഴല്ലേ? യെസ്, എവിടെ വെച്ചപ്പോഴാണ്? അറ്റ് ദ സർഫസ് അല്ലെങ്കിൽ ഓൺ ദ സർഫസ്. മനസ്സിലായോ? ഇനി ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ എർത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും, ശരിയല്ലേ? അതായത് ദൂരം കൂടിയപ്പോൾ എന്താ ചെയ്തത്? അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഡിസ്റ്റൻസ് കൂടി, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഡിക്രീസസ് ആണ് ആൻസർ വരിക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇവിടെ ഭൂമിയുണ്ട്. ഓക്കെ, ഇവിടെ ഭൂമിയുണ്ട്, ദിസ് ഈസ് എർത്ത്. ഇനി ഞാനിവിടെ എ എന്നൊരു സാധനം വെച്ചു, ബി എന്നൊരു സാധനം വെച്ചു, സി എന്നൊരു സാധനം വെച്ചു. അപ്പൊ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ളത് ആരാണ്? എ ആണ് അല്ലെ? അപ്പൊ എക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഈ ബീനെയും സീനെയും വെച്ച് നോക്കുമ്പോൾ യെസ്, ഇവന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇവിടേക്ക് എത്തുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇത്തിരി കുറയും, ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇത്തിരി കുറയും. ദാറ്റ് മീൻസ് അത്ര മനസ്സിലാക്കിയാൽ മതി, ദൂരം കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതാണ് ഈ ഒരു പോയിന്റ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതൊരു പോയിന്റ് ആക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇപ്പൊ തന്നെ എഴുതി വെക്കാം. ഓക്കെ, യെസ്. പിന്നെ ഇത്രയും നിങ്ങൾ കേട്ട സ്ഥിതിക്ക് എന്താണ് ഗ്രാവിറ്റി എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂമി നൽകുന്ന ഫോഴ്സിനെയാണ് മക്കൾ എന്ത് പറയുക? ഗ്രാവിറ്റി എന്ന് പറയുക. അപ്പൊ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട ഈ പോയിന്റ്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക ഈ പോയിന്റ്സ്. എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്? എർത്ത് അട്രാക്ട് ഓൾ ഒബ്ജക്റ്റ് ടു ഇറ്റ്സ് സെന്റർ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? യെസ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കിണറിലേക്ക് കല്ലെറിയുന്ന സമയത്ത് ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. ഓരോ വസ്തുവിന്റെയും മാസ് കൂടുന്ന സമയത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടും. പറഞ്ഞ മനസ്സിലായോ? 100 ഗ്രാമിന്റെ സാധനം വെച്ചു, നമ്മൾ 200 ഗ്രാമിന്റെ സാധനം വെച്ചു. ഏതിനായിരുന്നു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ കിട്ടിയത്? യെസ്, 200 ഗ്രാമിന്റെ. അതായത് മാസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടും. പറഞ്ഞ മനസ്സിലായോ? യെസ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്. ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ പറഞ്ഞ എക്സാമുകളിൽ നിങ്ങൾക്ക് നല്ല കൺസെപ്റ്റോട് കൂടി എഴുതാനായിട്ട് പറ്റുള്ളൂ.
ഇനി ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്റ്റ് ഇൻക്രീസസ്, അതായത് ഈ പറഞ്ഞ ഭൂമിയിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുമ്പോൾ, ദൂരം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. അവ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെ, അവ തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക. അപ്പോൾ ഈ 3 പോയിന്റ്സും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ 3 പോയിന്റ്സ് മാത്രമേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട്, നിങ്ങൾ മനസ്സിലാക്കി ബൈ ഹാർട്ട് പഠിച്ചു വെക്കാനായിട്ട് പാടുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 3 പോയിന്റ്സ് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ കാണാതെ ആ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ അടുത്തടുത്ത 5 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ചാപ്റ്ററിന് 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷുവറായിട്ടും നിങ്ങൾ ഈ കൺസെപ്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഷുവറായിട്ടും നിങ്ങൾക്ക് എല്ലാ മാർക്കും നേടാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവൈലബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു, ബൈ.